അപ്പൊ ഗൈസ് ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷൻ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഫ്ലിയർ. അപ്പോൾ നമ്മൾ ഇന്ന് ചെറുതായിട്ടൊരു ട്രാവലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നല്ല, ചെറുതായിട്ടൊന്ന് പത്തനംതിട്ട വരെ പോകണം. അപ്പോൾ എന്തൊക്കെ ഇത് കാണിച്ചു തരാൻ കഴിയും എന്നുള്ളത് അറിയില്ല. ജസ്റ്റ് നമ്മൾ യാത്ര തുടങ്ങുകയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ അപൂർവമായിട്ട് കാണുന്ന നമ്മുടെ വളഞ്ഞ റെയിൽവേ സ്റ്റേഷൻ, അതായത് നമ്മുടെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനാണ്. അതൊന്ന് പൊക്കി പറഞ്ഞാണ്. ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. എന്തായാലും നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് ഇറങ്ങാം. അപ്പൊ ഒരുപാട് നേരത്തെ നമ്മുടെ യാത്രക്ക് ശേഷം നമ്മുടെ ആലപ്പുഴ ബീച്ചിൽ വന്ന് എത്തിയിരിക്കുകയാണ്. നമ്മളെ അർജുനുണ്ട്. അർജുനങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവാൻ ചിലപ്പോൾ സാധ്യത ഉണ്ട്. അപ്പോ ഞങ്ങള് 3 ആൾക്കാരാണ്. അല്ല, ഞങ്ങള് 4 ആള് കൂടെയാണ് ഇവിടെ. വാസില ചിരിക്കടാ. ഞങ്ങളിപ്പോ ആലപ്പുഴ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം രാവിലെ 9:30 ആവുമ്പോഴാണ് അവിടുന്ന് ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ എത്തിയിട്ട് ജസ്റ്റ് ഫുഡൊക്കെ അടിച്ചു കുഞ്ഞു കുറച്ചേരം ഇവിടെ അങ്ങനെ കറങ്ങി തിരിയണം. ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് ഇവിടെ പോകണം. ഇവിടെ കാര്യമായിട്ട് അങ്ങനെ കൂടുതൽ കാണാനില്ല. നമ്മുടെ ആലപ്പുഴ ബീച്ചാണ് നിങ്ങൾ ഒരു ബാക്കിലേക്ക് കാണുന്നത്. അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മെയിനായിട്ട് അതിനെ ഫോക്കസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതാണ് ഞാൻ കൂടുതലായിട്ട് ഈ ഒരു ട്രാവൽ ബ്ലോഗ് എന്നുള്ള രീതിയിൽ ഇത് ചെയ്യാത്തത്. പണ്ടെങ്ങാണ്ട് പണിത ഒരു പാലത്തിന്റെ ബാക്കി അവശിഷ്ടങ്ങൾ കുറെയൊക്കെ ഇവിടെ കാണാം. പക്ഷേ സംഭവം നല്ലൊരു അടിപൊളി ഒരു സീനറി ആട്ടും. ഈ ഒരു പാലത്തിന്റെ കുറെ ഭാഗങ്ങൾ ഇങ്ങനെ പൊട്ടിയിട്ടാണെങ്കിലും ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് സംഭവം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. നമ്മളിപ്പോ ആലപ്പുഴയിൽ നിന്ന് കരുനാഗപ്പള്ളിയിലേക്കുള്ള യാത്രയാണ്. ഇപ്പോൾ ഒരു ലോക്കൽ ട്രെയിനിലാണുള്ളത്. പക്ഷെ ഇതിന്റെ ഒരു മെയിനായിട്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് ഈ ഒരു കരുനാഗപ്പള്ളി പോകുന്ന റൂട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ട്രെയിൻ യാത്രയുടെ വഴിയോര കാഴ്ചകൾ എന്ന് പറഞ്ഞത് എന്തായാലും വളരെ മനോഹരമാണ്. വളരെയധികം പാടങ്ങൾ, അതേപോലെ ഈ ഒരു എന്താ പറയുക കായലുകൾ, തോടുകൾ, കൂടെ ഈ ഒരു സൺസെറ്റിന്റെ ഒരു ടൈമും എല്ലാം കൂടെ സംഭവം അടിപൊളിയായിട്ടുള്ളൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഈ ഒരു ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞത്. സംഭവം ഈ ഒരു ട്രെയിനാണ്, ഈ ഒരു ലോക്കൽ ട്രെയിൻ വന്നിട്ടുള്ള ഈ ഒരു യാത്ര എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഒരുപാട് മണിക്കൂറുകളുടെ യാത്രകൾക്ക് ശേഷം നമ്മളിവിടെ കരുനാഗപ്പള്ളി എത്തിയിട്ടുണ്ട്. അപ്പോൾ രാത്രി ഏകദേശം ഒരു 6:45 ആയിട്ടുണ്ട് ഇപ്പോൾ സമയം. ഇനി നേരെ അവിടെ ഒരു കൂട്ടുകാരന്റെ വീടുണ്ട്. നേരെ കൂട്ടുകാരന്റെ വീട്ടിൽ പോകണം. പിന്നെ രാത്രി യാത്രയില്ല എന്നാണല്ലോ പറയാം. പിന്നെ നാളെ രാവിലെ പത്തനംതിട്ട വരെ ഒന്ന് പോകണം. അത് കഴിഞ്ഞിട്ട് നേരെ വീണ്ടും തിരിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോകണം. അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. അപ്പൊ പിറ്റേ ദിവസം രാവിലെ 9 മണി കഴിഞ്ഞിട്ടുണ്ട്. കയറി. അപ്പോ നമ്മളിവിടെ സൽമാന്റെ വീടാണ് ഇത് കാണുന്നത്. അപ്പോ സൽമാന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി ജസ്റ്റ് ഒരു കല്യാണത്തിന് പോകണം. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ട്രിവാൻഡ്രം പോകാനുള്ള ചെറിയ ചില പരിപാടികളിലാണ്. അപ്പൊ എന്തായാലും നമുക്കിനി വഴിയോര കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവാം. നമ്മളിപ്പോ പത്തനംതിട്ട സ്റ്റാൻഡിലാണുള്ളത്. ഇനി ഇവിടുന്ന് ഈ ഒരു ബസ് ഈ ഒരു ട്രാൻസ്പോർട്ട് ബസ് കയറണ്ടേ. ഇതിലൂടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തും.
അപ്പൊ ഗൈസ് ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. പക്ഷെ കല്യാണം കൂടാൻ വേണ്ടി ഒരു 100 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞ് നമ്മളിവിടെ എത്തിയപ്പോഴത്തേന് കല്യാണം കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കഴിഞ്ഞു എന്നുള്ള സത്യാവസ്ഥ നമ്മളിവിടെ അറിയുന്നത്. അപ്പൊ എന്തായാലും വീണ്ടും നമ്മൾ ഇതുവരെ വന്ന ഓട്ടോറിക്ഷ അവിടെ കട്ട വെയിറ്റിംഗ് ആണ്. അപ്പൊ വീണ്ടും നമ്മൾ തിരിച്ചു പോകാനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോ കഥയിൽ ചെറിയൊരു ടെസ്റ്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളൊരു മിസ്സിന്റെ ഒരു ടീച്ചറുടെ കല്യാണത്തിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഇവിടെ പത്തനംതിട്ട വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ഞങ്ങള് തിരിച്ചു പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പൊ ഞാൻ എന്തായാലും മിസ്സിന്റെ വീട്ടിലൊക്കെ പോയി ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് ഒന്ന് ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ഒന്ന് തിരിച്ചു പോകാന്നുള്ളൊരു ചെറിയൊരു പരിപാടിയിലാണ്. അപ്പൊ ഗൈസ് നമ്മളെ യാത്ര ജസ്റ്റ് ഇവിടെ യാത്ര വീണ്ടും തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വീണ്ടും തിരിച്ചു പോകാനുള്ള പരിപാടികളിലാണ്. അപ്പൊ നമ്മുടെ ഈ വ്ളോഗ് ജസ്റ്റ് ഇവിടെ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളിപ്പോ ഏകദേശം 2 ദിവസം കൊണ്ട് ഏകദേശം 5 ജില്ലകളോളം കവർ ചെയ്ത് ഏകദേശം 1000 കിലോമീറ്ററോളം മൊത്തത്തിൽ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷെ ഫുള്ളായിട്ടൊന്നും വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ജസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പൊ എന്തായാലും ഇതിലും നല്ല നല്ല വീഡിയോസുകളായിട്ട് വീണ്ടും കൊണ്ടിട്ടാണ് ബൈ.